വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയതോ? തൃശ്ശൂരാണ് ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയത്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ഏത് വാക്കാണ്? മാനിഫെസ്റ്റ് എന്ന വാക്കാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത്. മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം. എന്താണ് ഈ മഹിളാ സംവാദ് പരിപാടി? ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് മഹിളാ സംവാദ്. ആ മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം ബീഹാറാണ്. അപ്പം അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ്? അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയതോ? തൃശ്ശൂരാണ്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് മാനിഫെസ്റ്റ് എന്ന വാക്കാണ്. മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാറാണ് മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച ഇന്ത്യയിലെ സംസ്ഥാനം. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം കേരളത്തിലെ കണ്ണൂരിലാണ്. കണ്ണൂരിലെ കെൽട്രോണിലാണ് എന്ത്? രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം. എന്താണ്? രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? കണ്ണൂരിലെ കെൽട്രോൺ ആണ് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഏത് രാജ്യത്തെ സൈന്യത്തിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്? നേപ്പാളിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ലഭിച്ചത്. എന്താണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഏത് രാജ്യത്തെ സൈന്യത്തിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്? നേപ്പാളിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ആർക്ക്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ലഭിച്ചത്. PSLV C-60 റോക്കറ്റിൽ ISRO സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? PSLV C-60 റോക്കറ്റിൽ ISRO സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഡോക്കിംഗ് പരീക്ഷണം. എന്താണ് ഡോക്കിംഗ് പരീക്ഷണം? PSLV C-60 റോക്കറ്റിൽ ISRO സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഡോക്കിംഗ് പരീക്ഷണം. എന്താണ്? PSLV C-60 റോക്കറ്റിൽ ISRO സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഡോക്കിംഗ് പരീക്ഷണം. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് ഏതാണ്? വേവ്സ് ആണ് പ്രസാർ ഭാരതിയുടെ OTT ആപ്പ്. ഇപ്പം എന്താണ്? രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? കണ്ണൂരിലെ കെൽട്രോൺ ആണ്. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഏത് രാജ്യത്തെ സൈന്യത്തിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്? നേപ്പാളിൻ്റെയാണ്. PSLV C-60 റോക്കറ്റിൽ ISRO സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഡോക്കിംഗ് പരീക്ഷണം എന്നാണ്. പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് ഏതാണ്? വേവ്സ് ആണ് പ്രസാർ ഭാരതിയുടെ OTT ആപ്പ്. ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടിയത് തൃശ്ശൂരാണ്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2024 വാക്കായിട്ട് തിരഞ്ഞെടുത്തത് മാനിഫെസ്റ്റ് ആണ്. മഹിളാ സംവാദ് പരിപാടി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? കെൽട്രോൺ ആണ്. കണ്ണൂരിലെ കെൽട്രോൺ ആണ് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം. ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ഏത് രാജ്യത്തെ സൈന്യത്തിൻ്റെ ഓണററി ജനറൽ പദവിയാണ് ലഭിച്ചത്? നേപ്പാളിൻ്റെയാണ്. PSLV C-60 റോക്കറ്റിൽ ISRO സ്പാഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരാണ് ഡോക്കിംഗ് പരീക്ഷണം.
പ്രസാർ ഭാരതിയുടെ OTT ആപ്പ് ഏതാണ്? വേവ്സ് ആണ് പ്രസാർ ഭാരതിയുടെ OTT ആപ്പ്.